ഹായ് ഫ്രണ്ട്സ്, വേണ്ടേ അപ്പോൾ എൻ്റെ ഒരു ചെറിയ മുറവായിട്ടൊക്കെ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേണ്ട ഒരു ചീമപ്പുളിയുടെ മരം നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കായൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ചീമപ്പുളി പറിച്ച് അച്ചാറാണെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഇതാണ് ചീമപ്പുളിയുടെ മരം കേട്ടോ. ഇതിൻ്റെ പൂവൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, പക്ഷേ കുറച്ചൊക്കെ കാ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മരം മുതലൊന്ന് കാണിച്ചു തരാം. ഒരില പോലുമില്ല, കമ്പെല്ലാം വെട്ടി മുറിച്ച് മാറ്റി കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ചീമപ്പുളിയൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചീമപ്പുളി അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് കളയാം. വേണ്ട ഈ രീതിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓക്കെ, ഞാനിത് മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വിട്ടേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വേണ്ടി നമ്മൾ ചീമപ്പുളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പിന്നെ കറിവേപ്പിലയുണ്ട്. ഓക്കെ, അപ്പോൾ അച്ചാറിടാൻ പോവുകയാണേ. നന്നായി ചൂടായിട്ടുണ്ട്, പാൻ നന്നായി ചൂടായി. അപ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കടുകിടാൻ നോക്കി, ഇപ്പോൾ കടുകില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചീമപ്പുളി അച്ചാർ കടുകില്ലാത്ത അച്ചാറാണ്. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് നന്നായിട്ട് ഫ്രൈ ആവുന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇട്ട് കൊടുക്കാം, ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് മുളക് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. അപ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി അങ്ങിട്ട് കൊടുക്കും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അച്ചാറിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഇട്ട് വന്നെങ്കിൽ ആ ഉപ്പില്ലാത്ത അച്ചാറായി പോയേ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചീമപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. എന്തായാലും ഞാൻ വിനാഗിരി ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. അപ്പോൾ വേണ്ട അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, പുളിയുണ്ട്. പക്ഷേ നല്ല വിളഞ്ഞ പുളി, കഴിക്കുന്ന അത്രയും പുളിയില്ല കേട്ടോ. പുളിയുണ്ട്, പക്ഷെ എന്നാൽ നമുക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. ഓക്കെ, ബൈ ബൈ. എപ്പോഴും കൂട്ടണ്ട, വല്ലപ്പോഴും ഒക്കെ എടുത്ത് ചിരിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ അച്ചാർ